നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് നമ്മൾ ഒബ്സർവേഷനിൽ വയ്ക്കും. എന്നിട്ടും രക്ഷയില്ലാന്ന് തോന്നിയാൽ മാത്രമേ നമ്മളൊരു നീക്കം നടത്തൂ. മിറാക്കിൾ സംഭവിക്കാം, പക്ഷെ അതിനുള്ള ചാൻസ് 10% താഴെ മാത്രമാണ്. ശരി. മേഡം, എന്റെ മോൻ ആരും പ്രതീക്ഷിച്ചതല്ലോ നന്ദിതേ. ഇതായിരിക്കും വിധി. എക്സിബിഷന് പോയിട്ട് ഒന്നാമതായി തിരിച്ചു വരുമെന്ന് കാത്തിരുന്നതാ ഞാൻ. ഒരു പ്രതീക്ഷയായിരുന്നു എന്റെ മോനെ കുറിച്ച്. അത് വേണ്ടിയിരുന്നില്ല. മക്കളെ കുറിച്ച് പ്രതീക്ഷിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടോ നന്ദിതേ? അലോകിനെ കുറിച്ച് നിങ്ങൾ മാത്രമല്ല, സ്കൂള് മുഴുവനും പ്രതീക്ഷയിലായിരുന്നു. ഇതെങ്ങനെയാ എന്റെ മോൻ അപകടം പറ്റിയത്? അത്രയ്ക്ക് സൂക്ഷ്മതയോടെ അവൻ ഓരോന്നും ചെയ്യുന്നത്. എന്നിട്ടും ഞങ്ങൾക്കറിയാം അവൻ ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റില്ലെന്ന്. മറ്റു കുട്ടികൾക്ക് മാതൃകയായിരുന്നു അവൻ. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നന്ദിതയും മറ്റൊരാളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് അറസ്റ്റ് ഒന്നും ചെയ്തില്ല മാഡം. ചിലര് മനഃപൂർവ്വം എന്നെ ദ്രോഹിച്ചതാ. പോലീസുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ശരിയാ, നന്ദിത പറയുന്നത് ശരിയായിരിക്കും. വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലരും പലപ്പോഴും പ്രതിയാകുന്നത്. പക്ഷേ അത് നിർബന്ധിപ്പിച്ചുള്ള കല്യാണം കഴിപ്പിക്കലും കൂടി ആയില്ലേ? അതെല്ലാവരും അറിഞ്ഞല്ലോ. പിന്നെ ഞാൻ ഇതൊന്നും ചോദിക്കാൻ വേണ്ടി വന്നതല്ല. അലോകിന് എന്താ സംഭവിച്ചതെന്ന് നന്ദിത ചോദിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും അലോക് അറിഞ്ഞിട്ടില്ല. പക്ഷേ എക്സിബിഷൻ ഹാളിലെ എക്സ്പെരിമെന്റ് റൂമിൽ അലോക് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു അറ്റൻഡർ വന്ന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്ന് പറഞ്ഞു. ശിക്ഷിച്ച് ജയിലിലാക്കുമെന്നും പറഞ്ഞു. അത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞത്. അയാളുടെ മോട്ടീവ് എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പരിചയം പോലുമില്ല. അതിനുശേഷമാണ് അലോകിന്റെ ശ്രദ്ധ മാറിയത്. കുട്ടിയെ പേടിച്ചു പോയിട്ടുണ്ടാവും, കൈവിറച്ചിട്ടുണ്ടാവും. പാവം, കുട്ടിയുടെ മനസ്സ് പതറിപ്പോയി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. അങ്ങനെയാ ഇത് സംഭവിച്ചത്. ഇത് കേട്ട് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത്. ബോധം പോയി. അടുത്ത് നിന്ന ടീച്ചർക്ക് പെട്ടെന്ന് താങ്ങിപ്പിടിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ തലയടിച്ച് താഴെ വീഴേണ്ടതാ. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഈശ്വരാധീനം. കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ കൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ശരി നന്ദിത, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ മതിയായല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, വരാൻ പോകുന്ന ദിവസങ്ങൾ എന്റെയാണെന്ന്. നന്ദിതയുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. ബുദ്ധിജീവിയായിരുന്നു ആ ചെറുക്കൻ. പാവം, അവനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ സംഭവിച്ചു. അതാണ് ഒന്നും ഞാൻ ചെയ്യണ്ട. അല്ലാതെ തന്നെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിക്ക് സീരിയസ് ആണെന്നാ ഞാൻ കേട്ടത്. അത്രയ്ക്ക് എന്താ അവിടെ സംഭവിച്ചത്? മോളെ, ഇതില് നിനക്ക് പങ്കുണ്ടെങ്കിൽ അത് പാപമാണ്. ഒരു കുട്ടിയല്ലേ, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അമ്മ എന്താ ഈ പറയുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആ ചെറുക്കന്റെ കോൺസെൻട്രേഷൻ ഒന്ന് കളയണമെന്നുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒന്നും പോവരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. നന്ദിതയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന് ഒന്ന് അറിയിക്കാൻ പറഞ്ഞു. അത്രയുള്ളൂ. അപ്പോ
ഒന്ന് ശ്രദ്ധ പതറിപ്പോവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്രയ്ക്കും വലിയൊരു അപകടം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ഇത് ഇത്തിരി കടന്നുപോയി. താങ്ങാൻ കഴിയുന്ന സങ്കടം ആയിരിക്കില്ല. ചെറുക്കൻ മരിച്ചൊന്നും പോവില്ല, രക്ഷപ്പെടും. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഒന്ന് പോയി കാണണം. നന്ദിതയെ ശരണ്യെ ആശ്വസിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ? ചെന്ന് കാണുമ്പോ ഞാനും കരഞ്ഞു പോകുന്ന എന്റെ പേടി. ഒരു മിനിറ്റ്. എന്തായി മുത്തശ്ശ, എന്താ സംഭവിച്ചത്? സർ, എന്റെ കൊച്ചിന് എന്താ പറ്റിയെന്ന് പറ. അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സർ, എന്താ എന്റെ കൊച്ചിന്റെ അവസ്ഥ? ശിവദാസേ, എന്താ കാര്യം? പേടിക്കാൻ വല്ലതും ഉണ്ടോ? ദാസങ്ങളെ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ. കാര്യത്തിന്റെ ഗൗരവം പറ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണോ? ആണ്. എന്നുവെച്ച് കുട്ടിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്നൊന്നുമല്ല. ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. അവര് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു. മുത്തശ്ശ, ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. അവനൊരു അപകടം പറ്റി, ഒരു കൈപ്പിഴ. പേടിക്കണ്ടെന്ന് മുത്തച്ഛൻ പറഞ്ഞെങ്കിലും കാര്യം ഇത്തിരി സീരിയസാ മോളെ. എന്നുവെച്ചാ എന്താ മുത്തശ്ശ? എന്നുവെച്ചാ എന്താ സർ? ഒന്ന് പറ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ? പറയുന്നത് എല്ലാവരും ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ആരും ബഹളമൊന്നും വെക്കരുത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാൽമുട്ടിന് താഴെ ഗുരുതരമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ടെന്ന്. അതിത്തിരി സീരിയസുവാ. അത്രയ്ക്ക് സീരിയസ് ആണോ? അതെ, പൊള്ളലിന്റെ ആഴം കുറച്ച് കൂടുതലാ. ദാസങ്ങളെ, വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാ നമുക്ക് കൊണ്ടുപോവാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. എവിടെ കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നുമുണ്ട്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ് കാലി വീണത്. ഡോക്ടർമാര് അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടത് കാലിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ കാൽപാദത്തില് അത് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൊച്ചിന്റെ കാൽപാദത്തിന് എന്റെ ഈശ്വര, എനിക്ക് വയ്യ. എന്താങ്ങളെ, കാൽപാദത്തിന് എന്ത് പറ്റും? കാര്യം എന്താണെങ്കിലും പറയൂ ശിവദാസേ. അവന്റെ കാല് ചിലപ്പോ അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവാതെ എന്ത് ചെയ്യണമെന്ന് അവരാലോചിക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. റിയാലിറ്റി ഫേസ് ചെയ്യണം. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാരെ പറഞ്ഞാലും നമ്മൾ അതിനും തയ്യാറാ. എത്ര വലിയ ചികിത്സയായാലും കൊണ്ടുപോവാങ്ങളെ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. അവനെ ഒന്നും പറ്റാതെ തിരിച്ചു കിട്ടിയാൽ മതി. നമുക്ക് നോക്കാവുന്നേ. ഡോക്ടർമാര് എന്താണ് പറയുന്നത് നോക്കട്ടെ. നന്ദിതയുടെ അവസ്ഥ എങ്ങനെയാവുമെന്ന എന്റെ പേടി. അമ്മ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല, എന്നാൽ അറിയിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. കാര്യങ്ങളെല്ലാം നന്ദിത അറിഞ്ഞിരിക്കണം. പക്ഷേ എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കൊരു ഊഹമില്ല. പറയാൻ മുത്തശ്ശനെ കഴിയൂ. പറഞ്ഞേ മതിയാവൂ മുത്തശ്ശ. ഞാനോ? ശിവദാസേ, ഞാൻ എങ്ങനെ പറയും?